ഭാഗത്തിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നമ്മൾ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിന്റെ ഭാഗങ്ങളാണ് സെക്ഷൻ 2 സബ്സെക്ഷൻ H-ഉം സെക്ഷൻ 10-ഉം പറഞ്ഞതായ ഭാഗങ്ങളാണ് പഠിച്ച് തീർന്നത്. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത് കണ്ടിജന്റ് കോൺട്രാക്ട് എന്ന ഒരു പോർഷനാണ്. ഇത് പരീക്ഷയ്ക്ക് 5 മാർക്കിന് ചോദിക്കുന്നതാണ്. അപ്പോൾ അത് നിസ്സാരപ്പെട്ട കാര്യങ്ങളെ അതിനകത്ത് പഠിക്കാനുള്ളൂ. എന്നിരുന്നാലും ശ്രദ്ധിച്ച് പഠിച്ചാൽ വളരെ ഈസിയാണ്, അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ഭാഗമാണ്. നിങ്ങൾക്ക് ഇങ്ങോട്ട് ഭാഗത്തേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഇറ്റ് ഈസ് വെരി സിമ്പിൾ ആൻഡ് അറ്റ് ദ സെയിം ടൈം മച്ച് കൺഫ്യൂസ്ഡ്. അപ്പോൾ ആ സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ പഠിക്കാമെന്നാണ് ഞാനിപ്പോൾ നിങ്ങളെ പഠിപ്പിച്ചു തരുന്നത്. എന്താ കണ്ടിൻജന്റ് കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ? കോൺട്രാക്ട് 2 തരത്തിലാണ് നമ്മൾ പറയുക. ടൈപ്സ് ഓഫ് കോൺട്രാക്റ്റിൽ പറഞ്ഞ കാര്യമല്ല നമ്മൾ പറയുന്നത്. കോൺട്രാക്റ്റിന്റെ ചെയ്യുന്ന ആ കണ്ടിജൻസി നേച്ചർ അനുസരിച്ചിട്ടാണ് നമ്മൾ പറയുക. കണ്ടിജന്റ് കോൺട്രാക്ട് എന്നും അബ്സല്യൂട്ട് കോൺട്രാക്ട് എന്നുണ്ട്. അപ്പൊ നമ്മൾ പറയണം കോൺട്രാക്ട് ക്യാൻ ബി അബ്സല്യൂട്ട് കോൺട്രാക്ട് ഓർ കണ്ടിജന്റ് കോൺട്രാക്ട്. എന്നിട്ട് നമ്മൾ പറയും വാട്ട് ഈസ് അബ്സല്യൂട്ട് കോൺട്രാക്ട്? അബ്സല്യൂട്ട് കോൺട്രാക്ട് ഈസ് എ കോൺട്രാക്ട് ദാറ്റ് ഈസ് ടു ബി പെർഫോംഡ് ബൈ ദ പാർട്ടീസ് ഓൺ ഓൾ ഇവന്റ്സ്. ഏതൊരു സാഹചര്യത്തിലാണെങ്കിലും പാർട്ടികൾ അവരവരുടെ പെർഫോമൻസ് പൂർത്തീകരിക്കേണ്ട തരത്തിലുള്ളതാണെങ്കിൽ അതിനെയാണ് അബ്സല്യൂട്ട് കോൺട്രാക്ട് എന്ന് നമ്മൾ പറയുക. അവിടെ ഒരു അൺസർട്ടൺ തിങ് ഒന്നും അതിനകത്തില്ല. അത് കോൺട്രാക്ട് നമ്മൾ വയ്ക്കുന്നു, ആ വച്ച കോൺട്രാക്ട് നമ്മൾ പൂർത്തീകരിക്കുന്നു. അതിനെയാണ് നമ്മൾ അബ്സല്യൂട്ട് കോൺട്രാക്ട് എന്ന് വിളിക്കുക. അബ്സല്യൂട്ട് കോൺട്രാക്ട് ഈസ് എ കോൺട്രാക്ട് ദാറ്റ് ഈസ് ടു ബി പെർഫോംഡ് ബൈ ദ പാർട്ടീസ് ഓൺ എവരി ഇവന്റ് എന്നോ ഓൺ ഓൾ ഇവന്റ് എന്നോ നമ്മൾ പറയുക. ഇനി നമ്മൾ പറയുന്നത് കോൺട്രാക്ട് ക്യാൻ ബി കണ്ടിൻജന്റ് കോൺട്രാക്ട്. എന്താ ഇപ്പൊ കണ്ടിൻജന്റ് കോൺട്രാക്ട്? എ കോൺട്രാക്ട് ദാറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ സം കണ്ടിജൻസി വിച്ച് മേ ഓർ മേ നോട്ട് ഹാപ്പൻ. സംഭവിക്കാവുന്നതോ സംഭവിച്ചേക്കാവുന്നതോ ആയ ഒരു കാര്യത്തെ ആശ്രയിച്ചുകൊണ്ട് നമ്മളൊരു കോൺട്രാക്ട് വെച്ചാൽ അത് കണ്ടിൻജന്റ് കോൺട്രാക്ട് ആണ്. അപ്പൊ എന്താ? ഇറ്റ് ഈസ് നോട്ട് ഷുവർ ദാറ്റ് ദ കോൺട്രാക്ട് ഷാൽ ബി പെർഫോംഡ്. അബ്സല്യൂട്ട് കോൺട്രാക്റ്റിൽ നമ്മൾ പറഞ്ഞത് കോൺട്രാക്ട് ഏതൊരു സാഹചര്യത്തിലും അത് ചെയ്തിരിക്കും എന്നാണെങ്കിൽ, കണ്ടിജന്റ് കോൺട്രാക്റ്റിൽ അത് ചെയ്ത് തീർത്തിരിക്കും എന്ന കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല. സോ നമ്മൾ പഠിക്കണം ആസ് പെർ സെക്ഷൻ 37, കണ്ടിജന്റ് കോൺട്രാക്ട് ഈസ് എ കോൺട്രാക്ട് ടു ഡു ഓർ നോട്ട് ടു ഡു സംതിങ് ഇഫ് സം ഇവന്റ് കൊളാറ്ററൽ ടു സച്ച് കോൺട്രാക്ട് ഡസ് ഓർ ഡസ് നോട്ട് ഹാപ്പൻ. ഒന്നുകൂടി പറയാം. As per section 37, contingent contract is a contract to do or not to do. Not to do എന്ന് പറഞ്ഞാൽ ചെയ്യാതിരിക്കൽ എന്നല്ല അർത്ഥം കണക്കാക്കേണ്ടത്. ചെയ്യുമായിരുന്ന ഒരു പ്രവൃത്തിയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നു എന്നാണ്. ഞാൻ പണ്ട് നമ്മൾ പഠിച്ചതാണ്, ഒരു പ്രവൃത്തി ചെയ്യുക എന്നത് ഒരു പ്രവൃത്തിയാണെങ്കിൽ ഒരു പ്രവൃത്തി ചെയ്യാതിരിക്കുക എന്നതും ഒരു പ്രവൃത്തിയാണ്. ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. If an act is an act, an abstinence is also an act. However, abstinence is the required act. ഇംഗ്ലീഷ് പറഞ്ഞപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും. സിമ്പിൾ ആണ്. ഒരു പ്രവൃത്തി ചെയ്യുക എന്നത് ഒരു പ്രവൃത്തിയാണ് എങ്കിൽ ഒരു പ്രവൃത്തി ചെയ്യുന്നതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നതും ഒരു പ്രവൃത്തിയാണ്. എങ്ങനെയെന്നാൽ പ്രവൃത്തി ചെയ്യാതിരിക്കലാണ് ആവശ്യപ്പെടുന്ന പ്രവൃത്തിയെങ്കിൽ. ഇതേ നമ്മൾ പറഞ്ഞുള്ളൂ. അപ്പോൾ ഒരു കണ്ടിൻജന്റ് ഇവന്റിനെ ആശ്രയിക്കുന്ന കോൺട്രാക്റ്റിനെയാണ് നമ്മൾ കണ്ടിൻജന്റ് കോൺട്രാക്ട് എന്ന് പറയുക. അതിന്റെ നിർവചനം ഇതാണ്: കണ്ടിൻജന്റ് കോൺട്രാക്ട് ഈസ് എ കോൺട്രാക്ട് ടു ഡു ഓർ നോട്ട് ടു ഡു സംതിങ് ഇഫ് സം ഈവന്റ് കൊളാറ്ററൽ ടു സച്ച് കോൺട്രാക്ട് ഡസ് ഓർ ഡസ് നോട്ട് ഹാപ്പൻ. കൊളാറ്ററൽ മീൻസ് നോട്ട് എസെൻഷ്യൽ എന്നാണ്. വൈറ്റൽ അല്ലാത്ത, അനുബന്ധമായ, ബന്ധപ്പെട്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു സംഭവത്തിന്റെ സംഭവിക്കലിനെയോ സംഭവിക്കാതിരിക്കലിനെയോ ആശ്രയിച്ചുകൊണ്ട് ഒരു കോൺട്രാക്ട് ചെയ്യുകയോ ചെയ്യുന്നതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയോ ചെയ്യാവുന്ന പ്രോമിസിനെയാണ് നമ്മൾ കണ്ടിജന്റ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. ഇനി നമ്മളിവിടെ ശ്രദ്ധിച്ച് കണ്ടിജന്റ് കോൺട്രാക്ടിന്റെ 3 എലമെന്റുകൾ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഒന്നാമത്തെ നോക്ക്, there must be a contract to do or not to do something. ഒരു കണ്ടിൻജന്റ് കോൺട്രാക്ടിന്റെ എലമെന്റ്സിനെ കുറിച്ചാണ് പറയുന്നത്. 3 എലമെന്റുകളെ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. There must be a contract to do or not to do something. ഇനി രണ്ടാമത് പറയുന്നത് the performance of such a contract depends on the happening or non-happening of an event. നോക്കൂടി, the performance of such a contract depends on the happening or non-happening of an
ഇവന്റ്. നോക്കൂ, ഇനി മൂന്നാമത് പറയുന്ന ആ ഇവന്റ് എങ്ങനെയുള്ളതായിരിക്കണം? ദ ഇവന്റ് മസ്റ്റ് ബി കൊളാറ്ററൽ, നോട്ട് എസെൻഷ്യൽ, ഒരു അനുബന്ധമായ ഒരു ഘടകമാണ്. അപ്പോൾ 3 എലമെന്റുകളാണ് നമ്മൾ ഇവിടെ പറഞ്ഞ കണ്ടിൻജന്റ് കോൺട്രാക്റ്റിനകത്ത്. There must be a contract to do or not to do something. The performance of such a contract depends upon the happening or non-happening of an event. അടുത്തത് the event must be collateral. ഇത്രയും നമ്മൾ പറഞ്ഞു. ഇനി നിങ്ങൾക്ക് പഠിക്കേണ്ടത് അതിന്റെ റൂൾസ് ആണ്. നോക്കൂ, ഞാൻ ഇവിടെ ഒരു ചാർട്ട് വരച്ചിട്ടുണ്ട്. ഈ ചാർട്ട് വരച്ച് ഞാൻ നിങ്ങളെ ബോധ്യപ്പെടുത്തുന്ന കാര്യം, നിങ്ങൾ ചാർട്ട് ഇല്ലാതെ കേട്ടാൽ ചിലപ്പോൾ കൺഫ്യൂസ്ഡ് ആവും, ചിലപ്പോഴല്ല കൺഫ്യൂസ്ഡ് ആവും. ഞാനൊന്ന് പറയാം. എ കോൺട്രാക്ട് ടു ഡു ഓർ നോട്ട് ടു ഡു സംതിങ് ഇഫ് കണ്ടിൻജന്റ് അപ്പോൺ ദ ഹാപ്പനിങ് ഓഫ് ആൻ അൺസർട്ടൺ ഇവന്റ്, ദ കോൺട്രാക്ട് ഈസ് വാലിഡ് ഓൺ ദ ഹാപ്പനിങ് ഓഫ് ദ ഇവന്റ്. അതൊന്നാമതാണ്. രണ്ടാമത്തെ കേൾക്കൂ, എ കോൺട്രാക്ട് ടു ഡു ഓർ നോട്ട് ടു ഡു സംതിങ് ഇഫ് കണ്ടിൻജന്റ് അപ്പോൺ ദ നോൺ ഹാപ്പനിങ് ഓഫ് ആൻ അൺസർട്ടൺ ഇവന്റ്, ദ കോൺട്രാക്ട് ഈസ് വാലിഡ് ഓൺ ദ നോൺ ഹാപ്പനിങ് ഓഫ് ദ ഇവന്റ്. രണ്ടും ഒരേപോലെ തോന്നുന്നില്ലേ? രണ്ടുമല്ല, ഈ 5 പോയിന്റ് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരേപോലെ തോന്നുള്ളൂ. അപ്പൊ നിങ്ങൾ വായിച്ചാലും അതുപോലെ തന്നെ തോന്നുള്ളൂ. പക്ഷെ അതിന്റെ വ്യത്യാസങ്ങൾ ഞാൻ മനസ്സിലാക്കി തരാം. ഇവിടെ ശ്രദ്ധിക്കുക. ഇവിടെ നമ്മൾ കോൺട്രാക്ട് എന്ന് എഴുതിയിട്ടുണ്ട്. അതിന്റെ താഴെ ഞാൻ പ്ലസ് ഓർ മൈനസ് എന്ന് എഴുതിയിട്ടുണ്ട്. ഈ പ്ലസ് ദാറ്റ് സ്റ്റാൻഡ്സ് ടു ഡു, ഒരു പോസിറ്റീവ് എലമെന്റ് എന്ന് പറഞ്ഞാൽ പ്രവൃത്തി ചെയ്യുന്നതിനെ സംബന്ധിച്ചാണ്. നെഗറ്റീവ് കാര്യം നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത് ടു ആബ്സ്റ്റെയിൻ എന്നാണ്, അഥവാ നോട്ട് ടു ഡു. അപ്പൊ ഇവിടെ എന്താ? കോൺട്രാക്ട് ടു ഡു ഓർ നോട്ട് ടു ഡു എന്നാണ് ഇത് വായിക്കേണ്ടത്. ഇഫ് കണ്ടിൻജന്റ് അപ്പോൺ പ്ലസ് അല്ലേ, അപ്പൊ ഹാപ്പനിങ് ആണ്. കോൺട്രാക്ട് ഈസ് വാലിഡ്, ഇതും പ്ലസ് അല്ലേ, ഹാപ്പനിങ് ആണ്. അപ്പൊ ഇത് എങ്ങനെയാ ഈ വാക്യം വായിക്കുന്നത് ശ്രദ്ധിച്ചു. ഞാനിവിടെ നോട്ട്സ് എഴുതിയിട്ടില്ല, പോയിന്റുകൾ എഴുതിയിട്ടില്ല. പക്ഷെ ആ പോയിന്റ് എങ്ങനെയാ പറയണേ ശ്രദ്ധിക്കൂ. എ കോൺട്രാക്ട് ടു ഡു പ്ലസ് അല്ലേ, എ കോൺട്രാക്ട് ടു ഡു ഈ സ്ലാഷ് ഓർ ആണ്. എ കോൺട്രാക്ട് ടു ഡു ഓർ നോട്ട് ടു ഡു നെഗറ്റീവ്, അപ്പൊ നോട്ട് ടു ഡു എന്ത്? സംതിങ്. അപ്പൊ എ കോൺട്രാക്ട് ടു ഡു ഓർ നോട്ട് ടു ഡു സംതിങ് ഇഫ് കണ്ടിൻജന്റ്, ഇവിടെ എഴുതി നോക്കൂ, ഇഫ് കണ്ടിൻജന്റ് അപ്പോൺ ദ, ഇതെന്ത് വായിക്കണം? ഹാപ്പനിങ് എന്ന് വായിക്കണം. അപ്പോൺ ദ ഹാപ്പനിങ് ഓഫ് ആൻ അൺസർട്ടൺ ഇവന്റ്. ഇവന്റുകളൊക്കെ അൺസർട്ടൺ ആണ്. അൺസർട്ടൺ ഇവന്റ്, ദ കോൺട്രാക്ട് ഈസ് വാലിഡ് ഓൺ ദ ഹാപ്പനിങ് ഓഫ് ദ ഇവന്റ്. ഈ പ്ലസ് തന്നെ ഇപ്പുറത്ത് വന്നു. അപ്പൊ എങ്ങനെ പറയണം? എ കോൺട്രാക്ട് ടു ഡു or not to do something if contingent upon the happening of an uncertain event, the contract is valid on the happening of the events. മനസ്സിലാകുന്നുണ്ടോ? കാണാൻ മനസ്സിലായോ? യെസ്, അത്രേ ഉള്ളൂ. അപ്പൊ രണ്ടാമത് പറയണം നോക്കിയേ. എ കോൺട്രാക്ട് ടു ഡു ഓർ നോട്ട് ടു ഡു സംതിങ് ഇഫ് കണ്ടിൻജന്റ് അപ്പോൺ ദ, ഇതെന്ത് വായിക്കണം? നോൺ ഹാപ്പനിങ്. അൺഹാപ്പനിങ് എന്ന് പറയരുത്, നോൺ ഹാപ്പനിങ് ഓഫ് ആൻ അൺസർട്ടൺ ഇവന്റ്, ദ കോൺട്രാക്ട് ഈസ് വാലിഡ്. എപ്പോഴാ ഓൺ ദ അൺഹാപ്പനിങ് അല്ലെങ്കിൽ നോൺ ഹാപ്പനിങ്. അൺഹാപ്പനിങ് എന്ന് പറയാൻ നമ്മൾ എന്ത് പറയണം? നോൺ ഹാപ്പനിങ്. ദ കോൺട്രാക്ട് ഈസ് വാലിഡ് ഓൺ ദ നോൺ ഹാപ്പനിങ് ഓഫ് ദി ഇവന്റ്. അപ്പൊ ഒന്നുകൂടി പറയാൻ രണ്ടാമത്. എ കോൺട്രാക്ട് ടു ഡു ഓർ നോട്ട് ടു ഡു സംതിങ് ഇഫ് കണ്ടിൻജന്റ് അപ്പോൺ ദ, ഇതെന്ത് വായിക്കണം? non-happening of an uncertain event, the contract is valid എപ്പോഴാ? on the, ഇത് തന്നെ പറയണം, non-happening of the event. ക്ലിയർ ആയി? ഇനി മൂന്നാമത് പറയണത് നോക്കും. അതും ഇതുപോലെ തന്നെ നമ്മൾ പറയാണ്. അവിടെ ഇവിടെ ശ്രദ്ധിക്കുക. എ കോൺട്രാക്ട് ടു ഡു ഓർ നോട്ട് ടു ഡു സംതിങ് ഇഫ് കണ്ടിൻജന്റ് അപ്പോൺ, ഇവിടെ ചേർക്കേണ്ടത് ഇവിടെ എഴുതിയിട്ടുണ്ട്, ഹൗ എ തേർഡ് പാർട്ടി ആക്ട്സ്. മൂന്നാമതൊരാളുടെ പ്രവൃത്തിയെ ആശ്രയിക്കുന്ന ഒരു പ്രവൃത്തിയാണെങ്കിൽ, ഒരു കോൺട്രാക്ട് ആണെങ്കിൽ, ആ മൂന്നാമതൊരാൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നെ ആശ്രയിച്ചിട്ടാണ് കോൺട്രാക്ട്. ഇവിടെ നമ്മൾ പറയുക, ആ ഇന്ന ആൾ ഒരു പ്രവൃത്തി ചെയ്താൽ, എക്സ് എന്ന് പറയുന്ന ആള് ഇന്ന പ്രവൃത്തി ചെയ്താൽ ഞാൻ ഈ കോൺട്രാക്ട് പെർഫോം ചെയ്യാമെന്ന് പറയുക. അപ്പൊ എക്സ് ആ പ്രവൃത്തി, നമുക്കൊരു സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ പറയാം. എക്സ് എന്ന് പറയുന്ന ആള് എനിക്ക് 1000 തേങ്ങ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ 1000 തേങ്ങ എക്സ് എന്ന് പറയുന്ന ആള് തരികയാണെങ്കിൽ ഞാൻ 10 ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് 50 കിലോ വെളിച്ചം തരും. അപ്പൊ the promise to deliver 50 kg of coconut oil is depends upon how X performs.
അപ്പൊ 1000 തേങ്ങ എക്സ് തന്നില്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന വെളിച്ചെണ്ണ കൊടുക്കില്ല. അപ്പൊ വെളിച്ചെണ്ണ കൊടുക്കാമെന്ന കോൺട്രാക്ട് ഞാൻ വച്ചിരിക്കുന്നത് എക്സ് എന്ന് പറയുന്ന ആൾ തരുന്ന തേങ്ങയെ ആശ്രയിച്ചിട്ടാണ്. അപ്പൊ എക്സിന്റെ പ്രവൃത്തിയാണ് ഇവിടെ കണ്ടിൻജന്റ് ആക്ട്. അപ്പൊ ഇവിടെ വായിക്കുന്നത് കോൺട്രാക്ട് ടു ഡു ഓർ നോട്ട് ടു ഡു സംതിങ് ഇഫ് കണ്ടിൻജന്റ് അപ്പോൺ ഹൗ എ തേർഡ് പാർട്ടി ആക്ട്സ് ദ കോൺട്രാക്ട് ഈസ് വാലിഡ് ഇഫ് ഹി ഡസ് ഇറ്റ് സോ. അങ്ങനെ പറഞ്ഞാൽ മതി. ഈ പ്ലസിന് പകരം പറയണം ഇഫ് ഹി ഡസ് ഇറ്റ് സോ. അയാൾ അത് അങ്ങനെ ചെയ്താൽ കോൺട്രാക്ട് വാലിഡ്. മനസ്സിലായില്ലേ? അടുത്ത് നോക്കി നാലാമത്തത്. നാലാമത്തെന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ പോയിന്റ് തന്നെ. അഞ്ചാമത്തെന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ പോയിന്റ്. ഇവിടെ ശ്രദ്ധിക്കൂ. ഇവിടെ എ കോൺട്രാക്ട് ടു ഡു ഓർ നോട്ട് ടു ഡു സംതിങ് ഇഫ് കണ്ടിൻജന്റ് അപ്പോൺ ദ ഹാപ്പനിങ് ഓഫ് ആൻ അൺസർട്ടൻ ഇവന്റ്. ഇതാണ് നമ്മളിവിടെ പറഞ്ഞത്. ഇതിനകത്ത് നിങ്ങൾ ചേർന്ന് വിത്തിൻ എ ടൈം, ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ ഒരു പ്രവൃത്തി നടന്നാൽ ആ കോൺട്രാക്ട് വാലിഡ് ആണ്. ആ സമയപരിധിക്കുള്ളിൽ അൺസർട്ടൻ ഇവന്റ് നടന്നാൽ ആ നിശ്ചിത സമയം. ഇവിടെ ഈ ഒന്നാമത്തെ പോയിന്റ് തന്നെയാണ് ഇവിടെ. ഇതിനകത്ത് നിങ്ങൾ ആ സെന്റൻസിനകത്ത് വിത്തിൻ എ ടൈം എന്ന് ചേർക്കുക. ഇനി അതുപോലെ അഞ്ചാമത്തെ നോക്കൂ. എ കോൺട്രാക്ട് ടു ഓർ നോട്ട് ടു ഡു സംതിങ് ഇഫ് കണ്ടിൻജന്റ് അപ്പോൺ ദ നോൺ ഹാപ്പനിങ്. നെഗറ്റീവ് അല്ലേ? നോൺ ഹാപ്പനിങ് ഓഫ് ആൻ അൺസർട്ടൻ ഇവന്റ് എപ്പോഴും വിത്തിൻ എ ടൈം. ദ കോൺട്രാക്ട് ഈസ് വാലിഡ് ഓൺ ദ നോൺ ഹാപ്പനിങ് ഓഫ് ദ ഇവന്റ്സ് വിത്തിൻ ദ ടൈം. ആ നിശ്ചിത സമയപരിധിക്കുള്ളിൽ. നാളെ, അതായത് നമ്മൾ പറയണം നാളെ 10 മണി വരെ മഴ പെയ്യുന്നില്ല എങ്കിൽ അപ്പൊ നോൺ ഹാപ്പനിങ് ആണ്. അപ്പൊ ആ കോൺട്രാക്ടിന്റെ വാലിഡ് ടു ഡെലിവർ ഓർ ടു ഗിവ് എ certain unit of coconut oil, genuine coconut oil that is made on the non happening of rain. മഴ പെയ്യാതിരുന്നു കഴിഞ്ഞാൽ നിശ്ചിത യൂണിറ്റ് ജെനുവിൻ കോക്കനട്ട് ഓയിൽ നൽകും. അതെന്താ? കോക്കനട്ട് ഓയിലും വെയിലും തമ്മിലുള്ള ബന്ധം. കൊപ്ര ശരിയായ രീതിയിൽ ഉണക്കണമെങ്കിൽ വെയിൽ വേണം. ഇതാണ് അവരുടെ പ്രോമിസ്. അപ്പൊ മഴയാണെങ്കിൽ ആ കോൺട്രാക്ട് വാലിഡ് അല്ല. ഇതാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ ഇതാണ് കണ്ടിൻജന്റ് കോൺട്രാക്ടിന്റെ റൂൾസ്. ഇത് 5 മാർക്കിന് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. നിങ്ങൾ ഈ ചാർട്ട് നോക്കുക. ഈ ചാർട്ടിൽ ഞാൻ പറഞ്ഞ വാക്യങ്ങൾ അതേപോലെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ 2 പോയിന്റ് നിങ്ങൾ പഠിച്ചാൽ മതി, 5 പോയിന്റ് എഴുതാൻ പറ്റും. ഇതാണ് കണ്ടിൻജന്റ് കോൺട്രാക്ടിനെ സംബന്ധിച്ച കാര്യം. And it is a habit to ask for your examination. I hope you can understand. You are well known with these all points, and good luck. Okay, thank you for watching the class, and you subscribe our channel, and also to put your tick on bell icon. Okay, thank you.